എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ തന്നെ ആ ഒരു വ്യത്യാസം നിങ്ങളുടെ ഫേസിന് കാണാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഫേസ് വാഷിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും എത്തിഗ്ലോ ഫേസ് വാഷ്. നമുക്ക് ഈ ഫേസ് വാഷിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും FDA അപ്രൂവ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷാണിത്. ഈ ഫേസ് വാഷിൻ്റെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഇതൊരു പവർഫുൾ ക്ലെൻസറാണ്. അതായത് ഫേസിനെ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന മൈൽഡായിട്ടുള്ള ആക്നെ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാനും, ആക്നെ മാർക്സ് കുറയ്ക്കാനും, ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൂടാതെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫേസിലുണ്ടാകുന്ന എന്തെങ്കിലും അൺഈവൺ സ്കിൻ ടോണ്, പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റി സ്കിന്നിനെ നല്ല ഈവൺ ടോൺ ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ആക്നെ ഉണ്ടാക്കുന്ന ജെംസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്കിൻ ലൈറ്റനിങ് ഫോർമുലയാണ്. അതായത് പോർസനൊക്കെ നല്ല ഡീപ്ലി ക്ലെൻസ് ചെയ്യുന്നുണ്ട്. കൂടാതെ സ്കിന്നിൽ ഉണ്ടാകുന്ന ബ്ലെമിഷസിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഓവറോൾ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളിത് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയതുപോലെ തോന്നും. മാത്രമല്ല നല്ല മോയ്സ്ചറൈസിങ് ആണ്. സ്കിന്നിനെ നല്ല രീതിയിൽ നറിഷ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടും ഈ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ ഫേസ് വാഷ് ചെയ്യുന്നവരും നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടാനും, സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കാനും, സ്കിന്നിനെ ഗ്ലോ ആക്കാനും ഈ ഫേസ് വാഷ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഫേസ് വാഷിന് മെയിനായിട്ടുള്ള യൂസ് വരുന്നത്. ഇനി ഇതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതാണെന്നുള്ളത് നോക്കാം. വൈറ്റമിൻ സി, ഗ്ലൈക്കോലിക് ആസിഡ്, വൈറ്റമിൻ ഇ, നയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, കോജിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഒക്കെയാണ് ഇതിലത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇനി ഇത് ഓരോന്നെടുത്ത് പറയുകയാണെങ്കിൽ വൈറ്റമിൻ സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കാം. കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും, ഡാർക്ക് സ്പോട്ട്സ് കുറയ്ക്കാനും, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും, സ്കിന്നിലെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും, ആൻറ്റി ഏജിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്ലൈക്കോലിക് ആസിഡ് സ്കിന്നിനെ എക്സ്ഫോലിയേറ്റ് ചെയ്യാനും, സ്കിന്നിലെ ടാൻ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വൈറ്റമിൻ എ ആണെങ്കിൽ സ്കിന്നിനെ നൗറിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും, സ്കിന്നെ നല്ല ബ്രൈറ്റ് ആക്കാനും സോഫ്റ്റ് ആയിട്ട് നിർത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നയാസിനമൈഡ് ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, സ്കിന്നിനെ ഈവൻ ടോൺ ആക്കാനും, സൺ ഡാമേജ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനും, സ്കിന്നിന് ഒരു ചെറിയൊരു ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സാലിസിലിക് ആസിഡ് ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാനും, വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനും, ആക്നെ ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ സ്കിന്നിലെ ഡൾനെസ് ഒക്കെ മാറ്റിയിട്ട് സ്കിന്നിനൊന്ന് ബ്രൈറ്റ് ആക്കാനും, ഈവൻ ടോൺ ആക്കാൻ വേണ്ടിയിട്ടും, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും, വ്രിങ്കിൾസും ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കോജിക് ആസിഡ് ആണെങ്കിൽ സ്കിന്നിലെ പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കാനും, സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഏതൊക്കെ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കാണ് ഇത് സൂട്ടബിൾ എന്നുള്ളത് നോക്കാം. എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സൂട്ടബിൾ ആണ്. പക്ഷേ ഓയിലി നോർമൽ കോമ്പിനേഷൻ സ്കിന്നിനാണ് ഇവരിത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് പാരബിൻ ഫ്രീയും ക്രുവാലിറ്റി ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റും കൂടിയാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡെർമറ്റോളജിസ്റ്റിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യരുത്. ഡെർമറ്റോളജിക്കലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളിത് യൂസ് ചെയ്യുമ്പം പാച്ച് ടെസ്റ്റ് നടത്തി നോക്കി മാത്രം യൂസ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിലും എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ടബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് നടത്തി നോക്കി മാത്രം യൂസ് ചെയ്യുക. സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഒരു ദിവസം 2 നേരമാണ് യൂസ് ചെയ്യേണ്ടത്. ഏകദേശം 70 ഗ്രാമിന് MRP 260 ഈ പ്രൊഡക്റ്റിന് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇങ്ങനെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.